നമസ്കാരം, ഏവൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണോ അതോ +2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണോ? മാറുന്ന വിദ്യാഭ്യാസ നിയമം കേരള സർക്കാർ മോഡൽ FYUP 4 വർഷ ഡിഗ്രി കോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും കൂടുതൽ വിവരങ്ങളും അറിയാം. ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കരുത്. വിശദമായി കാണാം. ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി 4 വർഷ ഡിഗ്രി പ്രോഗ്രാം FYUP സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. തിമിരി BLM കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ 15/5/2024 രാവിലെ 10 മണി മുതൽ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് തികച്ചും സൗജന്യമായാണ് ക്ലാസ് നടക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം പ്രമോദ് വെള്ളച്ചാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് അംഗം ഡോക്ടർ സന്തോഷ് കുമാർ വള്ളിക്കാട് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. പ്രോഗ്രാമിൻ്റെ പ്രചരണാർത്ഥം ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ BLM കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബീന മാത്യു, വൈസ് പ്രിൻസിപ്പൽ നിത്യ നായർ, FYUP കോർഡിനേറ്റർ രമേശൻ ചൂരൽ, അസിസ്റ്റന്റ് പ്രൊഫസർ AN സുഗതൻ, ഓഫീസ് സൂപ്രണ്ട് അനിൽ മാത്യു എന്നിവർ പങ്കെടുത്തു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നുള്ളതിന് പകരം നമുക്ക് 4 വർഷം, അതിൽ ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ബേസിക് കോഴ്സ്, രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ഇൻ്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയും, കുറച്ചുകൂടി ഹയർ ലെവലിലേക്കും, പിന്നെ തേർഡ് ഇയർ ഫൈനൽ ഇയർ ആകുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഹയർ ലെവൽ സ്റ്റഡീസാണ് വരിക. അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇപ്പോൾ ഫിസിക്സ് മെയിനിലോ മാത്സ് മെയിനിലോ കൊമേഴ്സിലൊക്കെ ചേരുന്ന ഒരു കുട്ടി ഇപ്പോഴത്തെ സ്ഥിതിയിൽ 3 വർഷവും അതേ വിഷയം തന്നെ പഠിച്ച് ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഫിസിക്സ് ഗ്രാജുവേറ്റ്, ഹ്യൂമാനിറ്റീസ് ഗ്രാജുവേറ്റ് എന്ന നിലയിൽ പുറത്തു വരുന്നതിന് പകരം കുട്ടികളുടെ ചോയ്സ് കുറച്ചുകൂടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുത്തുകൊണ്ടാണ് ഈ 4 വർഷ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊന്ന് ഉദ്ദേശിച്ച് ഗവൺമെൻറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ ലെവലിൽ ഇപ്പോൾ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന, വിശദമായിട്ട് കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഒരു കുട്ടി ചേർക്കണമെങ്കിൽ അവരുടെ പാരൻസും കുട്ടികളും എന്താ സംഭവിക്കുന്നതെന്നുള്ള അറിഞ്ഞാൽ മാത്രമേ അത് പരിപൂർണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഫിസിക്സ് പഠിക്കാൻ ഒരു കുട്ടിയെ ചേർത്താലും 3 വർഷവും ഫിസിക്സ് തന്നെ പഠിച്ച് പുറത്ത് വരും. അതിന് പകരം ഈ കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ആ കുട്ടിയുടെ ചോയ്സ് അനുസരിച്ച്, ഫിസിക്സ് പഠിക്കാൻ ചേർന്ന കുട്ടിക്ക് വേറൊരു വിഷയത്തിലാണ് താല്പര്യമെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വിഷയം പഠിക്കാനും അതിൽ ക്രെഡിറ്റ് നേടാനുമുള്ള സൗകര്യങ്ങളുണ്ട്. ആകെ ഉള്ള ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 3 ഇയർ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ ആയിട്ട് ആ കുട്ടിക്ക് ഒരു 133 ക്രെഡിറ്റ് കിട്ടിയാൽ മതി. അത് ഏത് സബ്ജക്റ്റിൽ വേണം എന്നുള്ളത് ആ കുട്ടിക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിസിക്സിൽ ചേർന്ന ഒരു കുട്ടിക്ക് കുറേ ക്രെഡിറ്റൊക്കെ അവന് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് ഇഷ്ടമെങ്കിൽ ആ വിഷയം പഠിച്ചിട്ട് ക്രെഡിറ്റ് 133 ആക്കാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം 3 വർഷത്തിന് പകരം 2.5 വർഷം കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പാരൻസും കുട്ടികളും അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പാരൻസിന് കുറച്ച് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് +2 കഴിഞ്ഞ കുട്ടികളെയും അവരുടെ പാരൻസിനെയാണ് ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 4 വർഷവും കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ഡിഗ്രിയാണ് ആ കുട്ടിക്ക് കിട്ടുക. അപ്പോൾ കുറച്ചുകൂടി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള നോളജും കൂടി ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി കിട്ടണമെങ്കിൽ ടോട്ടലായിട്ട് 177 ക്രെഡിറ്റ് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലും കൂടി നേടിയെടുത്താൽ മതിയാവും. ഈ ഒരേ വിഷയത്തിൽ തന്നെ ഇപ്പോൾ മാത്സ് പഠിക്കാൻ ചേർന്നു, അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഒരു കുട്ടിക്ക് അതിൽ നിന്ന് മാറി അതിന് ഇഷ്ടമുള്ള ഏതെങ്കിലും വിഷയത്തിൽ നിന്നും കൂടി ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പഠിത്തം നിർത്തുന്നതിന് പകരം അല്ലെങ്കിൽ പഠിത്തം ഉപേക്ഷിച്ച് പോകുന്നതിന് പകരം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനം അത് ഏറ്റെടുക്കുമ്പോഴും നമ്മൾ നടപ്പാക്കുന്നത് അതൊരു കേരള മോഡൽ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടാണ്. എന്ന് വെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം അതേപോലെയല്ല നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കേരള മോഡൽ എന്ന രൂപത്തിലൊരു പരിഷ്കാരം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ അധ്യാപകർക്കല്ല റോളുള്ളത്, വിദ്യാർത്ഥികൾക്കാണ് റോളുള്ളത്. നാളിതുവരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കരിക്കുലം കമ്മിറ്റി, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇവരൊക്കെ തീരുമാനിച്ചിട്ടാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ മാറ്റമില്ലെങ്കിലും
താൻ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ 4 ഇയർ UG പ്രോഗ്രാമിനകത്ത് വിഷയങ്ങളെല്ലാം മേജറായും മൈനറായും 2 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. മുമ്പ് അതിന് നമ്മൾ മെയിൻ സബ്ജക്റ്റ്, കോർ സബ്ജക്റ്റ് എന്നും കോംപ്ലിമെൻ്ററി, സബ്സിഡിയറി സബ്ജക്റ്റ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇവിടെ ഈ പേരൊക്കെ മാറും. ഇവിടെ മേജർ ആൻഡ് മൈനർ എന്നാണ് ഇതിനെ നമ്മൾ ശരിക്കും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടി +2 കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി ഏത് വിഷയമാണോ ഐച്ഛികമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തെയാണ് നമ്മൾ മേജർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കോളേജിലും, ആ കോഴ്സുള്ള എല്ലാ കോളേജിലും ഒരുപോലെ ആയിരിക്കും മേജർ വിഷയം എന്ന് പറയുന്നത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ സബ്സിഡിയറി അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ മൈനർ സബ്ജക്റ്റ് എന്ന് പറയും. ഈ മൈനർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കോളേജിലാണ് ഏതൊക്കെ പ്രോഗ്രാമാണ് നടത്തുന്നത് അതിനനുസരിച്ച് ഈ മൈനർ സബ്ജക്റ്റിൻ്റെ ഒരു സബ്ജക്റ്റ് ബാസ്ക്കറ്റ് ആ കോളേജിൽ അതാത് ടീച്ചേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുട്ടികൾക്ക് ആ ബാസ്ക്കറ്റിൽ നിന്ന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അഭിരുചിക്കനുസരിച്ച് മൈനർ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മേജർ പ്ലസ് മൈനർ എന്ന രൂപത്തിലാണ് ഈ 2.5 വർഷം, 3 വർഷം, 4 വർഷം എന്ന രൂപത്തിൽ ഒരു വിദ്യാർത്ഥി തൻ്റെ ബിരുദം നേടിയെടുക്കുന്നത്. അതുകൂടാതെ ആദ്യത്തെ 1 വർഷം, അതായത് 2 സെമസ്റ്റർ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫൗണ്ടേഷൻ കോഴ്സുകൾക്കാണ്. ഈ ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണ്. അവിടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പോലുള്ള ഭാഷാ വിഷയങ്ങൾക്കാണ് ആദ്യത്തെ 2 സെമസ്റ്ററിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ബദൽ എന്ന രൂപത്തിൽ കേരള മോഡൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്താൻ പോകുന്ന പരിഷ്കാരം. അതുകൊണ്ട് ഈ 3 വർഷ ബിരുദം 4 വർഷം ആവുന്നു എന്നതും 4 വർഷം ആവുമ്പോൾ സ്വാഭാവികമായും 2 സെമസ്റ്റർ വർദ്ധിക്കുന്നു. അതുകൊണ്ട് അതിൽ വരുന്ന മാറ്റം എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ തീർച്ചയായും നമ്മുടെ +2 വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടാവും, ഒരു തർക്കവുമില്ല. മറ്റൊന്ന്, ഈ +2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും ഈ ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ആശങ്കയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജ് BLM കോളേജ് തിമിരിയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതൊരു പൊതുജനങ്ങളുടെ ആവശ്യം ആണ് എന്ന് മുൻനിർത്തിയിട്ടാണ് കോളേജുമായിട്ട് കുറച്ച് ദൂരം കൂടുതലുള്ള ചെറുപുഴ പോലുള്ള ഒരു ടൗണിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. തീർച്ചയായും ഹയർ സെക്കൻഡറി ഫലം ലഭിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തീർച്ചയായും ആശങ്കയുണ്ടാവും. ആ ആശങ്ക പൂർണ്ണമായും മാറ്റണം. മറ്റൊന്ന്, ഇത് പൊതുജനങ്ങൾക്കും ഇനി 4 വർഷ ബിരുദത്തെക്കുറിച്ച് കൃത്യമായൊരു അവബോധം ഉണ്ടാവണം. അതുകൊണ്ടാണ് തിമിരി BLM കോളേജ് ഈ ദൗത്യം ഏറ്റെടുത്തത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് പരമാവധി പരസ്യം നൽകാനും സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന തികച്ചും സൗജന്യമാണ് പ്രവേശനം. അതുകൊണ്ട് അത് കൃത്യമായി ഉപയോഗിക്കാനും മാധ്യമങ്ങൾ വളരെയധികം നമ്മളെ സഹായിക്കണമെന്നു കൂടിയാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. 4 വർഷം UG പ്രോഗ്രാമിനെ കുറിച്ച് ധാരണയായി. അടുത്തത് എന്താണെന്നുള്ള സ്വാഭാവികമായ ചോദ്യം വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും, രക്ഷിതാക്കൾക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 4 വർഷം ബിരുദം പൂർത്തിയാക്കുന്ന ഒരു കുട്ടിക്ക് ഇനി മുതൽ B.Ed 2 വർഷം പഠിക്കേണ്ടതില്ല, 1 വർഷം പഠിച്ചാൽ മതി. അതേപോലെ 4 വർഷ ബിരുദം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇനി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷം പഠിക്കേണ്ടതില്ല, 1 വർഷം പഠിച്ചാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, 4 വർഷ ബിരുദം കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇനി ഗവേഷണ ബിരുദം നേടാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആവശ്യമില്ല. നേരിട്ട് PhD ഡിഗ്രിക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇതാണ് ഈ പുതിയ നൂതന പരിപാടിയുടെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയാം. താങ്ക് യു.